ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മഹാഭാഗ്യ പെരുമഴയാണ് ഈ 9 രാശിക്കാരെ കാത്തിരിക്കുന്നത്. ആദിത്യൻ ഇടവം മിഥുനം രാശികളിലൂടെ സഞ്ചരിക്കുന്നു. മകയിരം ഞാറ്റുവേല കാലമാണ്. 14-ന് കർത്തവാവ് വരുന്നു. അതുപോലെ 15-ന് മിഥുനം 1-ാം തീയതിയാണ്. അന്നേ ദിവസം ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ പ്രവേശിക്കുന്നു. ഗ്രീഷ്മ ഋതുവിൻ്റെയും ജ്യേഷ്ഠ മാസത്തിൻ്റെയും ആരംഭം വരുന്നത് 15-ാം തീയതി തന്നെയാണ്. അതായത് മിഥുനം 1. ജൂൺ 20 വരെ കുജൻ മേടത്തിലും തുടർന്ന് ഇടവത്തിലുമായി സഞ്ചരിക്കുന്നു. ഈ ആഴ്ച മുഴുവൻ ബുധൻ മിഥുനത്തിലും ശുക്രൻ കർക്കിടകത്തിലും തുടരുകയാണ്. ശനി മീനം രാശിയിൽ രേവതിയിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഉച്ചസ്ഥനായി കർക്കിടകം രാശിയിലാണ്. ജൂൺ 18-ന് വ്യാഴം പൂയം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു. അതുപോലെ രാഹു കുംഭത്തിൽ ചതയത്തിലും കേതു ചിങ്ങത്തിൽ മകത്തിലുമാണ്. ഈയൊരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ രാശിഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേർന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ധനനേട്ടം, ബന്ധുസമാഗമം, ശത്രുനാശം, ലൗകിക സുഖം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും വന്നുചേരും. കുടുംബത്ത് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ആഴ്ചയാണ്. ഊർജ്ജസ്വലതയോടെ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. സന്താന ഭാഗ്യം, ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ഈ ആഴ്ച പ്രവർത്തിക്കേണ്ടി വരും. സന്താനങ്ങൾ മൂലം സന്തോഷത്തിനുള്ള അനുഭവങ്ങളും വന്നുചേരും. നിങ്ങളുടെ പേരും പ്രശസ്തിയും എല്ലാം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ വിലപിടിപ്പുള്ള രേഖകളോ ധനം, സ്വർണം എന്നിവ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാലമാണ്. കാരണം ഇവ നഷ്ടപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഈയൊരു കാര്യത്തിൽ കരുതൽ പുലർത്തുക. പൊള്ളൽ, ചതവ്, വീഴ്ച എന്നിവയുണ്ടാകുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ വാക്കുകളിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും വളരെയധികം കരുതൽ പുലർത്തുന്നത് ഗുണകരമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതിക്ക് നാളികേരമുടയ്ക്കുക. അതുപോലെ ദേവിക്ക് കടും പായസവും സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവ രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പേരും പ്രശസ്തിയും പല വിധത്തിലുള്ള ധനാഗമവും ദുഃഖശമനങ്ങളും ശത്രുശല്യവും കുറയുവാനും നിങ്ങൾക്ക് നല്ല ആരോഗ്യവും രോഗശമനവും സ്ഥാനാന്തര പ്രാപ്തിയും ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. സ്ഥാനഭ്രംശം ഉണ്ടായേക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരം, പുതിയ അവസരങ്ങൾ എന്നിവ വന്നുചേരും. ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വാരമാണ്. അതുപോലെ ധനച്ചെലവുകളും വർദ്ധിക്കുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. അകാരണമായി മറ്റുള്ളവരുമായി കലഹമുണ്ടാകുവാൻ ഇടയുള്ളതിനാൽ വാക്കുകൾ എല്ലാം തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ക്ഷമ വളരെയധികം പ്രധാനമാണ്. അതുപോലെ ആരോഗ്യപരമായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി അയ്യപ്പ സ്വാമിക്ക് നെയ്യ് അഭിഷേകം, അതുപോലെ ദേവിക്ക് കടും പായസം എന്നിവ സമർപ്പിക്കുക. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച നല്ല വാക്കുകൾ സമ്പുഷ്ടരാക്കും. ധനനേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമാണ്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും. അതുപോലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരും. അപ്രതീക്ഷിതമായ ധനച്ചെലവുകളും വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. അതുപോലെ മറ്റുള്ളവരാൽ ചതിക്കപ്പെടുവാനും ഇടയുണ്ട്. അന്യർക്ക് പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക.
അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന ആളുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കോ അതുമല്ലെങ്കിൽ ഉറ്റവർക്ക് വേണ്ടിയോ ഒരു ആശുപത്രി വാസവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യ സൗഖ്യം കുറയും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി കൂടെ നിൽക്കേണ്ടി വരുന്നതാണ്. തൊണ്ട വീക്കം, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, അതുപോലെ ദേവിക്ക് കടും പായസം എന്നിവ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ചയിൽ ഇഷ്ടകാര്യലാഭം, സ്ഥലം മാറ്റം, സുഖനിദ്ര, ഭൂമി സ്വന്തം പേരിൽ ആകുവാനും ഇടയുള്ള ഒരു വാരമാണ്. കൃഷിയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടമുണ്ടാകും. ഭൂമി തർക്കങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകും. കർമ്മരംഗത്ത് ശോഭിക്കുവാനും കഴിയുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, ഉയർച്ച എന്നിവയുണ്ടാകും. ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കുവാനുള്ള യോഗമുണ്ട്. വസ്ത്രാഭരണാദി ലാഭം, ലൗകിക സുഖങ്ങൾ, കലാരംഗത്ത് പുതിയ അവസരങ്ങൾ എന്നിവ വന്നു ചേരുവാനും സാധ്യതയുള്ള ഒരു കാലമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഈയൊരു ആഴ്ച സാധിച്ചു കിട്ടും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് കലഹങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയുള്ളതിനാൽ വാക്കുകളിൽ വളരെയധികം വിനയം പുലർത്തുക. അതുപോലെ ദുർവ്യയം ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച നല്ല മനസ്സോടെ ചെയ്യുന്ന എല്ലാവിധ പ്രവൃത്തികളിലും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഒരു സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. നിങ്ങൾ സ്വപ്നം കണ്ട ഭൂമി സ്വന്തം പേരിൽ ആകുന്നതാണ്. ധനധാന്യാദി, വസ്ത്രാഭരണാദി ലാഭം, ദാമ്പത്യ സൗഖ്യം, അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കുവാനുള്ള അവസരങ്ങൾ ഇവയെല്ലാം തന്നെ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സ്ഥാനഭ്രംശം, ദുർജന സംസർഗം എന്നിവയുണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. കർമ്മരംഗത്ത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈയൊരു ആഴ്ച വളരെയധികം ഗുണപ്രദമാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. ഉദര സംബന്ധമായ ക്ലേശങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും ഈ ആഴ്ച ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ഈയൊരു കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമിക്ക് നെയ്വിളക്ക്, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരിയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച എല്ലാവിധ വ്യാധികളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. നല്ല ആരോഗ്യം, ഐശ്വര്യം, നല്ല ശുഭ അനുഭവങ്ങൾ എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൂരദേശ യാത്രകളും പുതിയ ജോലി ലഭിക്കുന്നതിനും കുടുംബത്ത് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. അതുപോലെ സന്താനങ്ങൾ നിമിത്തം സന്തോഷകരമായ അനുഭവങ്ങൾക്കുമുള്ള സാധ്യതയുണ്ട്. ധനധാന്യാദി, വസ്ത്രാഭരണാദി ലാഭം, ലൗകിക സുഖം, കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം എന്നിവയെല്ലാം തന്നെ ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്നതാണ്. ശത്രുശല്യം കുറയും. ധനച്ചെലവുകൾ അധികരിക്കുവാൻ ഇടയുള്ള കാലമായതിനാൽ
പണക്കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സന്താന ഭാഗ്യത്തിനു വരെ യോഗമുള്ള ഒരു വാരമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി ഈ ഒരു ആഴ്ച പ്രവർത്തിക്കേണ്ടി വരും. അതുപോലെ ആരോഗ്യപരമായി ഉദര സംബന്ധമായ ക്ലേശങ്ങളോ നെഞ്ചൊരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ഗണപതി ഹോമം നടത്തുകയോ അതുമല്ലെങ്കിൽ ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയോ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായി നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ എന്നിവയും പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. ശത്രുശല്യം കുറയും. ലൗകികമായ സുഖം, നല്ല വാക്ക്, മാധുര്യം, ധനധാന്യാദി ലാഭം, വസ്ത്രാഭരണാദി ലാഭം, കുടുംബത്തും സന്തോഷവും സുഖവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന വാരമാണ്. എന്നാൽ നിങ്ങൾക്ക് അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട്. വാക്കുകളെല്ലാം തന്നെ ശ്രദ്ധിച്ചുപയോഗിക്കുക. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് ചില വിഷമതകളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം കുറയുന്നതാണ്. ഭാഗ്യ ആനുകൂല്യങ്ങൾ വളരെയധികം ഏറി നിൽക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുവാനും ഈയൊരു ആഴ്ച കഴിയുന്നതാണ്. പകർച്ചവ്യാധികളും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഈയൊരു ആഴ്ച ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച നിങ്ങളുടെ കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ധനനേട്ടം, ലൗകിക സുഖം, നല്ല വാക് സാമർഥ്യം, ബുദ്ധി സാമർഥ്യം എന്നിവയെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഫലം കാണുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്ന പല രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും ലഭിക്കും. വിവാഹം നടക്കാതിരുന്ന ആളുകൾക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ പണം കൊടുത്തിരുന്നത് തിരികെ ലഭിക്കും. ശത്രുശല്യം കുറയും. കുടുംബത്ത് ചില കലഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അനാവശ്യമായ തർക്കങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നത് ഗുണകരമാണ്. ധനച്ചെലവുകൾ വർദ്ധിക്കും. ദുർബുദ്ധികൾ തോന്നാതിരിക്കുവാൻ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച വളരെയധികം ആവശ്യമാണ്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളതിനാൽ ആഹാര ക്രമീകരണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനു രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ധനനേട്ടം, ശത്രുശല്യം കുറയുവാനും കൃഷിയിൽ നിന്നും ആദായം ലഭിക്കുവാനും റിയൽ എസ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധനനേട്ടം ഉണ്ടാകുവാനും യോഗമുള്ള ഒരു കാലമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല ഫലം കാണുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. വീട്, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം വിജയം ഉറപ്പാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കും. അതുപോലെ ലൗകിക സുഖം, ഭാഗ്യം, സർവ്വാഭീഷ്ട ലാഭം എന്നിവയുണ്ടാകും. നിങ്ങളുടെ എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗ അരിഷ്ടതകൾക്കുള്ള സാധ്യതയുള്ള ഒരു വാരം കൂടിയാണ്. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഉറ്റവർക്കോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രി വാസം പ്രതീക്ഷിക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശ്രീകൃഷ്ണ സ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്.
അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലങ്ങൾ ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. ധനലാഭം, വീട്, വസ്തു എന്നിവ വന്നു ചേരുന്നതിനും ലൗകിക സുഖം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്നതുമാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുവാനും സൽസന്താന ഭാഗ്യത്തിനും സാധ്യതയുള്ള ഒരു വാരമാണ്. ആഡംബര വസ്തുക്കൾ വന്നു ചേരും. സന്താനങ്ങൾ നിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ഈയൊരു കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. അല്ലാത്ത പക്ഷം കലഹ സാധ്യതയുമുണ്ട്. ശത്രുശല്യം വർദ്ധിക്കുവാനും മാനസികമായ പ്രയാസങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള ഒരു കാലമാണ്. ആരോഗ്യപരമായി ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ആഹാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പല ദുഃഖങ്ങൾക്കും ഒരു ശമനമുണ്ടാകുന്ന വാരമാണ്. ശത്രുശല്യം കുറയും. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല ഫലം ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം, ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റുള്ള ആളുകളുമായി കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അതുപോലെ ബന്ധുജനങ്ങളുമായും ചില വാക്കുതർക്കത്തിന് ഇടയാകുന്ന കാലമാണ്. രാത്രി സഞ്ചാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക. വിഷമയം, പൊള്ളൽ, വീഴ്ച എന്നിവ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ആരോഗ്യപരമായി ഈയൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ദുർജന സംസർഗത്താൽ ചില അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ആഹാര കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശാസ്താവിന് എള്ളു പായസം, ദേവിക്ക് കടും പായസം, വിഷ്ണു സഹസ്രനാമം എന്നിവ നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിങ്ങൾക്ക് ഈയൊരു ആഴ്ച എല്ലാവിധ കാര്യങ്ങളിലും വിജയവും നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല അനുഭവങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം, പ്രമോഷൻ, വിചാരിക്കാതെ സ്ഥാനഭ്രംശം എന്നിവ ഉണ്ടാകുവാനിടയുണ്ട്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്താന സൗഭാഗ്യം ഇവയെല്ലാം ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ സന്താനങ്ങളുടെ ക്ഷേമത്തിനായി വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ശുഭാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. കൃഷിയിൽ നിന്നും ആദായമുണ്ടാകും. വസ്തു സ്വന്തം പേരിലാകുവാനും തർക്കങ്ങൾ ഉണ്ടായിരുന്ന ഭൂമിയിൽ നല്ല ഫലങ്ങളും വന്നു ചേരും. ദാമ്പത്യ സൗഖ്യം കുറയും. അതായത് കുടുംബത്തിൽ ചില അരിഷ്ടതകൾ ഉണ്ടാകുവാനിടയുണ്ട്. നല്ല വാക്കുകൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുശല്യം പ്രതീക്ഷിക്കാം. രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള കാലമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, അതുപോലെ മഹാവിഷ്ണുവിന് പാൽപായസം എന്നിവ സമർപ്പിക്കുക. പ്രത്യേകിച്ചും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.